ഹായ് ഫ്രണ്ട്സ്, നാട്ടിൽ നിന്ന് മുംബൈ വന്നതും നോമ്പ് തുടങ്ങിയതും ഒരുമിച്ചാണ്. ജീവിതത്തിൽ ഞാൻ നന്നാവണമെന്ന് വിചാരിക്കുന്ന ഒരു മാസമാണ് ഈ റമദാൻ മാസം. അങ്ങനെ നോമ്പൊക്കെ പിടിച്ച് നോമ്പ് തുറക്കാനായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളെ നാസർക്കാരെ ബോംബെ റെസ്റ്റോറൻറ്റിലോട്ട് ഇറങ്ങി. ആൾറെഡി കുറേ മുന്നേ മുംബൈ ബ്യൂട്ടി എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബോംബെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോംബെ റെസ്റ്റോറൻറ്റിലെത്തി. കറക്റ്റ് ലൊക്കേഷനാണ് CSTയിൽ മുംബൈ ഫോർട്ട്. ഏതാണ്ട് നോമ്പ് തുറക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ റെഡിയായി തുടങ്ങി. കണ്ണാടിക്കൂടെല്ലാം ഫില്ലായി. നോമ്പ് തുറ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ടേബിളിൽ നിറഞ്ഞു. പിന്നെ ഇത് ഞങ്ങളുടെ നാസർക്ക. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നോമ്പ് തുറ സ്പെഷ്യൽ? അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു ലോഡ് ഐറ്റംസ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായിട്ടുള്ള പലഹാരങ്ങൾ. ബാങ്ക് വിളി കേൾക്കും മുമ്പേ എൻ്റെ നോമ്പ് കുറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നൊന്നും നോക്കിയില്ല, ഒരു ടേബിളിൽ പിള്ളേരെ ഇരുത്തി ഞാനും കയറി ഇരിപ്പായി. ഈത്തപ്പഴം കയ്യിലെടുത്ത് ബാങ്ക് വിളിയും കാത്ത് ഒരു ഇരിപ്പങ്ങിരുന്നു. ഇത് നമ്മുടെ മലബാറൻ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരി. പണ്ട് ഉമ്മാടെ വീട്ടിൽ വയനാടൊക്കെ പോകുമ്പം അവിടുത്തെ നോമ്പോറ ഐറ്റംസിലെ സ്പെഷ്യൽ സാധനമാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ടേബിളിലുള്ള സാധനങ്ങളൊക്കെ തീരും മുമ്പേ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എത്തി. ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. അതെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നാസർക്ക് പറയണത്, ഇനി നീ എന്തായാലും ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി. അലിബാബ കൂൾ സോൺ ജ്യൂസിൻ്റെ പല പല വെറൈറ്റി ഐറ്റംസ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാത്ത കുറേ ജ്യൂസ് ഐറ്റംസ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ സ്ഥിരം ഒരു അവക്കാഡ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവളും പിള്ളേരും വെറുതെ ഇരുന്നില്ല, അവർക്കറിയാവുന്നുള്ള ജ്യൂസൊക്കെ അവരും മേടിച്ചു. എൻ്റെ ചെറുക്കനേക്കാളും വലിയ ഗ്ലാസ്സിലാണ് ജ്യൂസ് വന്നത്. സഫ്നാമയുടെ ജ്യൂസും കൂടെ അവൻ തന്നെ കുത്തിയിരുന്ന് കുടിച്ചു. ഈ റമദാൻ മാസം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പട്ടിണിയെക്കുറിച്ച് അറിയാനും ആഹാരത്തിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റമദാൻ മാസത്തിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ തിന്നു തീർക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്തവർക്ക് അത് കൊടുക്കാനും എല്ലാവർക്കും സ്നേഹത്തിൽ പെരുമാറാനും സൗഹൃദം നിലനിർത്താനും ഈ റംസാൻ മാസത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയുടെ റംസാൻ ആശംസകൾ.